ചെങ്ങൈവരെ സംശയമാണ്, സംശയം കൊണ്ട് സംശയം, ആരെ സംശയം തീരുന്നില്ലല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ സംശയം എന്താ വെച്ചാൽ എല്ലാവർക്കും ലൈസൻസിൻ്റെ വിഷയമാണ്. നമുക്ക് ഇന്ത്യൻ ലൈസൻസ് നമ്മളെ യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് പോളണ്ടിലേക്ക് വന്നാൽ അത് കൺവേർട്ട് ആവുമോ എന്നുള്ളതിലാണ് സംശയം. പക്ഷേ കൺവേർട്ട് ആവുന്ന സ്ഥലങ്ങളുമുണ്ട്, കൺവേർട്ട് ആവാത്തതുമുണ്ട്. എല്ലായിടത്തും നമുക്ക് ചില പ്രൊവിൻസിൽ മാത്രമാണ് ഈ ലൈസൻസ് നമുക്ക് കൺവേർട്ടായി കിട്ടുന്നത്. പക്ഷേ പല ഏജൻസികളും നാട്ടിൽ നിന്ന് ആളെ കയറ്റി വിടുന്ന സമയത്ത് നിങ്ങളുടെ ലൈസൻസ് നിങ്ങൾ എക്സാം ഒന്നും എഴുതണ്ട, അതെല്ലാം നിങ്ങൾക്ക് കൺവേർട്ടായി കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരതിയും കൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാം ഉണ്ട്, ഇംഗ്ലീഷിലാണ് എക്സാം, വളരെ ടഫാണ്. നമ്മൾ പഠിച്ച് നല്ല ബൈഹാർട്ടാവണം. അതുപോലെ തന്നെ 73 മാർക്ക് വേണം. 73 മാർക്കിൽ 68 മാർക്ക് കിട്ടിയാലേ പാസ്സാവുള്ളൂ. 32-33 ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ കൺവേർട്ടഡ് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾ എനിക്ക് മെസ്സേജ് വിട്ട് ചോദിച്ചു, ലൈസൻസ് കിട്ടാൻ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് വന്നാൽ ബുദ്ധിമുട്ടും. അതൊന്നും ഉദ്ദേശിച്ച് ആരും വരണ്ട. ഞാൻ വന്നാൽ അങ്ങനെയല്ല, പഠിച്ച് എഴുതിയെടുക്കുക. നമുക്ക് പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇംഗ്ലീഷിലാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ നാട്ടിൽ ഓടിക്കുന്ന മാതിരി തന്നെ സൈൻ ബോർഡും ചില ചോദ്യങ്ങളും, പിന്നെ അത്യാവശ്യം നമുക്ക് ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. തീരെ അറിയാണ്ട് വന്നാൽ നമ്മൾ ആകെപ്പെടും. പിന്നെ നമ്മൾ പഠിക്കേണ്ട സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ ഒരു ആപ്പുണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കാൻ. അപ്പോൾ എല്ലായിടത്തും, പോളണ്ടിൽ എല്ലായിടത്തും കൺവേർട്ടഡ് അല്ല, ചില പ്രൊവിൻസിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് കയറി വരാനും നിൽക്കണ്ട. പഠിക്കുക, എഴുതുക, പാസ്സാവുക. ചിലവർ രണ്ടാമത്തേൽ പാസ്സാവുന്നതുണ്ട്, ഫസ്റ്റത്തേൽ കിട്ടുന്നവരുണ്ട്, 5ഉം 10ഉം തവണയും എഴുതിയിട്ട് പാസ്സായ ആളുകളും എൻ്റെ അറിവിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡൗട്ട് മാറി കിട്ടുമല്ലോ. ഓക്കെ.